ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ 5-10 മിനിറ്റ് മാത്രം മതിയാവും. നമുക്ക് ആദ്യം തന്നെ അരി അരിച്ച് മാവ് കൂട്ടി വെക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ അരിപ്പൊടി ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിന്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ സവോള റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും 1 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ മുഴുവനായിട്ടും അതിലേക്ക് ഒഴിക്കാൻ കഴിയുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ മുഴുവനായിട്ടും വെളിച്ചെണ്ണയൊന്നും ഒഴുകി പോവില്ല. അതുകൊണ്ട് ചൂടോട് കൂടെ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് തണുത്ത ശേഷം മാത്രം അത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും അതേ അളവിൽ നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് കട്ട തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു സവോളയുടെ 4/1 ഭാഗം ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനെ മുഴുവനായിട്ടും 1 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റവയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/4 കപ്പും പിന്നെ 1/2 കപ്പും കൂടെ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി 2 ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടില്ല ആ ഒരു സവോളയും പച്ചമുളകൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1-2 നുള്ളി സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സോഡാപ്പൊടി കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ 1-2 നുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് റവ ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായി കഴിയുമ്പോൾ 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മാവ് ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും കേട്ടോ ഈ ഒരു അപ്പം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്